ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെയായി? അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് ഇത് തന്നെയാണ്. എനിക്കിപ്പോൾ ഇൻസ്റ്റയിൽ മാർക്ക് സഹിതമാണ് കൊച്ചുങ്ങൾ മെസ്സേജ് ചെയ്യുന്നത്. ചേച്ചി എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ, ആദ്യത്തെ മോഡലായിട്ട് ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയതാണ്, എന്നിട്ടും എനിക്ക് ഇത്രയും സ്കോറേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നീറ്റ് എഴുതുമ്പം MBBSൻ്റെ ഒരു അഡ്മിഷൻ കിട്ടാനുള്ളൊരു സ്കോർ കിട്ടുമോ? അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് കൊച്ചുങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളിപ്പം വീക്ക്ലി എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് കുറേ അധികം അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുറച്ച് അഡ്വൈസ് വേണ്ടുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീക്ക്ലി എക്സാമിനെ അപേക്ഷിക്കുമ്പം മോഡൽ എക്സാമിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ആദ്യത്തെ മോഡലൊക്കെ എഴുതിയപ്പം ഏകദേശം മനസ്സിലായി കാണും. വീക്ക്ലിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഫിസിക്സിലൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിലൊരു ചാപ്റ്റർ, ബയോ ഒരു ചാപ്റ്റർ വീതമാണ് എക്സാമിന് വരുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിസിക്സിലെ 2 ചാപ്റ്റർ വരും, കെമിസ്ട്രിയിലെ 2 ചാപ്റ്റർ വരും, ബയോയിലെ 2 ചാപ്റ്റർ വരും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത് ഒരു 6-7 ദിവസമാണ്. അതായത് ഒരാഴ്ച ആണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ ഓണം മോഡലായാലും ക്രിസ്മസ് മോഡലായാലും അതൊക്കെ 10 ദിവസത്തിന് ശേഷം, ഇപ്പം 10 ദിവസം കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു 5-6 ദിവസം അവധിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓണം മോഡലാണെങ്കിലും ക്രിസ്മസ് മോഡലാണെങ്കിലും ഒക്കെ വരുന്നത്. പൂജ മോഡലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 4-5 ദിവസം കിട്ടും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോടാ ഇപ്പം ഇനി മോഡലാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ഗ്യാപ്പിൽ ഫിസിക്സിലെ 4 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 4 ചാപ്റ്റർ, ബയോയിൽ 4 ചാപ്റ്റർ ഇങ്ങനെ എക്സാം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പീരിയോഡിക്കലി ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു 3 ദിവസത്തിനിടയ്ക്ക് 12 ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീക്കിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി ബയോയിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കുറവ് നെഗറ്റീവ് വരുന്നത്. മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബയോയിൽ നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. കാരണം വീക്ക്ലി എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ചാപ്റ്റർ, ഇപ്പം ബയോയിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ നല്ല പക്ക വായിച്ചിട്ട് പോയി എഴുതുവാണ്. അതേസമയം ഇപ്പം മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ചാപ്റ്റർ വായിച്ച്, 2ാമത്തെ ചാപ്റ്റർ വായിച്ച്, 3ാമത്തെ ചാപ്റ്റർ വായിച്ച്, 4ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ചാപ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മറന്നുപോകും. ഇൻ കേസ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, വീക്കിലേക്ക് പഠിക്കുന്ന പോലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ബയോയിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാനും മറന്നുപോയി തെറ്റിക്കാനും ഒക്കെ ഉള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നീറ്റ് എക്സാം എന്ന് പറയുന്നൊരു എക്സാമിനെ പറ്റിയിട്ട് അറിയാമല്ലോ. നിങ്ങൾ ബയോയിലെ 10-32 ചാപ്റ്റർ ഒരുപോലെ പഠിച്ചിട്ട് പോയി എഴുതുന്നൊരു എക്സാമാണ്. ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ള ട്രെയിനിങ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് ആണ് കിട്ടുന്നത്. അതായത് എന്തായാലും ഒറ്റയടിക്ക് ഇത്രയും ഇൻഡിവിജ്വലി ചാപ്റ്റർ അപ്പിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 32 ചാപ്റ്ററൂടെ പഠിച്ച് ഫുൾ മോഡൽ എഴുതാനായിട്ടുള്ളൊരു ക്യാപ്പബിലിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുവാണ് ഈ മോഡൽ എക്സാംസിലൂടെ നമ്മൾ നോക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഈ 12 ചാപ്റ്റർ വെച്ചിട്ട് നിങ്ങളെ ആ ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിക്കുകയാണ്. അതായത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പം മറ്റേ ചാപ്റ്റർ മറന്നു പോകുന്ന ആ ഒരു രീതിയൊക്കെ മാറി നിങ്ങളെ നീറ്റിൻ്റെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുവാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. +2 വരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് നീറ്റിൻ്റെ ഒബ്ജക്റ്റീവിലോട്ട് സ്വിച്ച് ചെയ്തപ്പം കുറച്ചധികം ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഇപ്പോൾ ഓരോരോ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് വന്നിരുന്ന നിങ്ങൾക്ക് അടുപ്പിച്ച് 4 ചാപ്റ്ററൊക്കെ പഠിക്കുമ്പം വരുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ വരും. പക്ഷെ അതങ്ങ് ശരിയായിക്കോളും. ഞാൻ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാത്രമല്ല, എനിക്ക് ചെറുതായിട്ടൊരു ശ്വാസം മുട്ടലുണ്ട്, പനിയുടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇടറുന്നത്. ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീക്കിലേക്ക് ചിലപ്പം നിങ്ങൾക്ക് സ്ട്രെസ്സായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് കാരണമോ നിങ്ങൾ പഠിക്കാതെ സ്കിപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ഒരു ചാപ്റ്ററൊക്കെ മോഡലിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും കൂടി ഡിഫിക്കൽട്ട് ആവും. കാരണം നമ്മൾ ഒരു വട്ടം വായിച്ച് പഠിച്ചു വെച്ച കാര്യം തന്നെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും നല്ല സ്ട്രെസ്ഡ് ആവും. മനസ്സിലായോ? അപ്പോൾ ഈ കുറേ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പഠിക്കാൻ സമയമില്ലായ്മ, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ചാപ്റ്റേഴ്സ് വരുന്നു, അതായത് ബാക്ക്ലോഗ്സിലുള്ള ചാപ്റ്റേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോഡൽ എക്സാംസ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നാളെ എക്സാം എന്ന് പറയുമ്പം നിങ്ങൾ ഇന്ന് പഠിക്കുന്നൊരു പേസ് ഉണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നാലും നിങ്ങളൊരു ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. നാളെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പ്രഷറിൽ കുറേ അധികം കാര്യങ്ങൾ വായിക്കും. മനസ്സിലായോ? ഇപ്പോൾ കുറച്ച് പേര് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ എക്സാംസ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ഈ ഏതെങ്കിലുമൊക്കെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് സ്കിപ്പ് ചെയ്തിട്ട് ഈ 3-6 ദിവസം കൊണ്ട്
12 ചാപ്റ്റർ പഠിക്കും. അതായത് ഇടയ്ക്കുള്ള 1-2 മോഡലൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 ചാപ്റ്റർ നിങ്ങൾ പെൻഡിങ് ആവും. നിങ്ങൾ വീക്കിലേക്ക് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അടുപ്പിച്ച് 12 ചാപ്റ്റർ മിസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 12 ചാപ്റ്റർ 3 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ഈ 12 ചാപ്റ്റർ നിങ്ങൾ ഈ വീക്കിലിയൊക്കെ കഴിഞ്ഞ് ഫുൾ മോഡൽ തുടങ്ങുന്ന സമയത്ത് 12 ദിവസം എടുത്താൽ പോലും ഈ 12 ചാപ്റ്റർ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു 100% സാറ്റിസ്ഫാക്ടറി ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അല്ല. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ യൂണിറ്റ് മോഡലൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു മാർച്ച് ഹാഫൊക്കെ ആവും. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ഏകദേശം അടുക്കാറാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ഒരു പ്രഷറാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ലോഗ്സ് വന്ന ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളൊരു വെപ്രാളം കയറി തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് കവർ ചെയ്ത് എഴുതി പോവുക. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ഈ 12 ചാപ്റ്റർ ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോയി എഴുതുക. എന്നിട്ട് നമുക്ക് എന്നിട്ട് നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ വരാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫുൾ മോഡൽ എക്സാം വരുമല്ലോ, ഫുൾ മോഡൽ എക്സാം വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് 2 ദിവസം 3 ദിവസം ഗ്യാപ്പിൽ ഫുൾ മോഡൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ശരിക്കും അതേ ചെയ്യാവുള്ളൂ. കാരണം ഈ യൂണിറ്റ് മോഡൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ പണി മേടിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ. എല്ലാവർക്കും നല്ല രീതിയിൽ ടെൻഷനുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ 10-12 മെസ്സേജ് വന്നതിലുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുക, ഒരാൾക്കല്ല, ഇത് ഒത്തിരി പേർക്കുണ്ട് ടെൻഷൻ. എനിക്ക് ഇതുപോലെ പേഴ്സണലി വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അത് പോരാഞ്ഞിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഈ 1-2 ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരം ചാപ്റ്റർ വരുന്നതിൻ്റെ ഒരു ഇതാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മാക്സിമം നിങ്ങൾ ബയോളജി എങ്കിലും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് പഠിച്ച് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബയോളജി മാത്രം എന്നല്ല, എല്ലാം പഠിക്കുക. എല്ലാം പഠിച്ചാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു എല്ലാ ചാപ്റ്ററിനും, അതായത് മൊത്തത്തിനകത്തിലൊരു ഹൈ ലെവല്, മോഡറേറ്റ് ലെവല്, ലോ ലെവൽ എന്നല്ല, ഒരു സാധാ ലെവൽ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചാൽ തന്നെ ഈ ഹൈ ലെവലൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ട് വരും, നെഗറ്റീവ് വരാം, തെറ്റിപ്പോവാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് മോഡലിന് എന്തായാലും ഒരു 550 എബോവ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പോയാലേ പറ്റത്തുള്ളൂ. 1-2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു സ്കോറിലോട്ട് വരാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം, മോഡലിൻ്റെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ടും നമ്മുടെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടും എനിക്ക് പറ്റണം, എനിക്കിത് വേണം എന്നുള്ളൊരു ഡെഡിക്കേഷൻ കൊണ്ടൊക്കെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നൊരു ട്രെയിനിങ് ആണ്. നിങ്ങൾ ആ ഒരു നീറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസും സംഭവങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ടൈം പീരീഡാണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം മോഡൽ എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ മാത്രം സിറ്റുവേഷൻ അല്ലാതെ എല്ലാവരുടെയും സിറ്റുവേഷനാണ്. എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങി, നമുക്കിനിയിപ്പോൾ നീറ്റ് എഴുതിയേ പറ്റൂ. അപ്പോൾ നമുക്കിതെല്ലാം ഫേസ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് 100% കവർ ചെയ്ത് പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല നീറ്റ് എക്സാം എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ഒരു എക്സാമും നമുക്ക് അങ്ങനെ പറ്റുന്നതല്ല. നമുക്ക് മാക്സിമം പഠിച്ച് കവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇക്വേഷൻസ് റെഫർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോയി അങ്ങ് എഴുതുക. മനസ്സിലായോ? എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഏരിയയിലെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ല എങ്കിൽ മാത്രം വന്നിട്ട് ആ ഒരു പോർഷൻസ് റെഫർ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ഒരു ഇക്വേഷൻ ബുക്കൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഇക്വേഷൻ ബുക്കിലെ ഇക്വേഷൻസ് റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അവിടുത്തെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസോ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പോയി എഴുതുക. ബയോ നിങ്ങൾ എന്തായാലും സ്റ്റേബിൾ ആക്കി എടുക്കുക. ഈ 4 ചാപ്റ്റർ വീതം നല്ല രീതിയിൽ സ്റ്റേബിൾ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് റിപ്പീറ്റഡായിട്ട് ഇതൊരു ഡൗട്ടായിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി മോഡൽ എക്സാംസ് സ്കിപ്പ് ചെയ്തിട്ട് ഞാനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിച്ചോട്ടെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും വേണ്ട. കാരണം നമുക്ക് ഈ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പേസ് നിങ്ങൾ ഇൻഡിവിജ്വലി ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ എന്തായാലും തുനിഞ്ഞിറങ്ങിയടാ, ഇനി നമ്മൾ ഇതും കൊണ്ടേ കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങളിങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് പറ്റുകടാ. നമ്മളിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം കുറയുന്നല്ലാതെ ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾ മാക്സിമം സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കുക എന്ന് പറയാനേ എന്നെക്കൊണ്ടായാലും പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസും ഡെഡിക്കേഷനും ഒക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.